പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 111 സങ്കീർത്തനം 11 വാക്യം: യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. കർത്താവിനോടുള്ള ഭക്തി അത് ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ദൈവികമായ അറിവ് നേടുക എന്നത് തന്നെ ഹല്ലേലൂയ അത് ജ്ഞാനത്തിൻ്റെ ലക്ഷണമത്രേ. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനമെന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 28 അധ്യായം 28 വാക്യത്തിൽ നാം വായിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അത് ജ്ഞാനമാണ്. ഹല്ലേലൂയ. ദൈവത്തോടുള്ള ഹല്ലേലൂയ ഭക്തി കാണിക്കണമെങ്കിൽ ദൈവികമായ അറിവുകളെ നാം നേടണം. അത് ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഒരു ഭക്തൻ്റെ ഒന്നാമത്തെ ലക്ഷണം അവൻ ദൈവിക ജ്ഞാനം നേടുന്നവനായിരിക്കണം. കർത്താവിൻ്റെ വചനം നിരന്തരം ധ്യാനിക്കുന്നവനായി തീരണം. കർത്താവിൻ്റെ വചനം അവൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കണം. പ്രിയരെ, ഇന്ന് പകൽക്കാലവും കർത്താവിനോടുള്ള ഭക്തിയിൽ നമുക്ക് ജീവിക്കണമോ? ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിരിക്കണം. കർത്താവിൻ്റെ വചനം നമ്മെ പോകുന്ന വഴിയിൽ വരുന്ന വഴിയിൽ വഴി നടത്തുന്ന മാർഗദർശി അത്രേ. കർത്താവിൻ്റെ വചനം നമ്മെ വഴി നടത്തും. നാം പോകേണ്ടുന്ന വഴി കാണിച്ചു തരും. നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്ന്, നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയാൻ ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് പകൽക്കാലവും യഹോവ ഭക്തിയോടെ ജീവിക്കേണ്ട നാം ഓരോരുത്തരും നിരന്തരം കർത്താവിൻ്റെ വചനം വായിക്കാം, വചനം കേൾക്കാം, വചനം പ്രമാണിക്കാം. വചനം നമ്മുടെ ജീവിതത്തിൽ ദൈവഭക്തിയെ വർദ്ധിപ്പിക്കും. കർത്താവിനോടുള്ള സ്നേഹത്തെ വർദ്ധിപ്പിക്കും. കർത്താവ് നമുക്ക് ആരെന്ന്, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ഹല്ലേലൂയ അത് നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. 2, എന്താ ഭക്തി? ഹല്ലേലൂയ. ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെ സൂക്ഷിക്കുക എന്ന് ഹല്ലേലൂയ 34 സങ്കീർത്തനം 13 വാക്യത്തിൽ നാം വായിക്കുന്നു. ഹല്ലേലൂയ. 34 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, വരുവീൻ, ഞാൻ യഹോവ ഭക്തി എന്തെന്ന് കാണിച്ചു തരാം. എന്നിട്ട് താൻ അടുത്ത വാക്യത്തിൽ പറയുന്നു, ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അധരത്തെയും കാത്തുകൊള്ളുക. അങ്ങനെയെങ്കിൽ പ്രിയരെ, യഹോവ ഭക്തിയുടെ ലക്ഷണം അതാ. ഹല്ലേലൂയ. ദൈവവചനം വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ അവൻ സൂക്ഷിക്കണം. ദോഷം ചെയ്യാതെ അധരത്തെ സൂക്ഷിക്കുക. ഹല്ലേലൂയ. സദൃശ്യവാക്യം 6:17 നാം ഇങ്ങനെ വായിക്കുന്നു, വ്യാജമുള്ള നാവ് കർത്താവിന് വെറുപ്പത്രേ. കർത്താവിന് വെറുപ്പുള്ള അനേക കാര്യങ്ങളെ ഹല്ലേലൂയ അടിവരയിട്ട് പറഞ്ഞിട്ട് ഹല്ലേലൂയ സദൃശ്യവാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വ്യാജമുള്ള നാവ് കർത്താവിന് വെറുപ്പുള്ള ഒരു കാര്യമാണ്. സങ്കീർത്തനം 5:6 നാം വായിക്കുന്നു, ഭോഷ്ക് പറയുന്ന നാവിനെ കർത്താവ് നശിപ്പിക്കും. എഫേസ്യ ലേഖനം 4 അധ്യായം 29 വാക്യത്തിൽ നാം വായിക്കുന്നു, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്ക് ആയി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഒരു ദൈവ പൈതലിൻ്റെ വായിൽ നിന്ന് ദോഷം ചെയ്യാത്ത, അല്ലെങ്കിൽ വ്യാജമില്ലാത്ത നല്ല വാക്കുകൾ പുറപ്പെടണം. ഇന്ന് രാവിലെയും നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് അതത്രേ. ഒരു ദൈവ പൈതലിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കിന് പോലും ഒരു പ്രമാണമുണ്ട്. ഹല്ലേലൂയ. വിശുദ്ധന്മാർക്ക് ഹല്ലേലൂയ അത് ഉചിതമല്ല. വ്യാജവാക്കുകൾ, ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് വരരുത്. സ്തോത്രമത്രേ വേണ്ടതെന്ന് എഫേസ്യ ലേഖനം 5 അധ്യായത്തിൽ നാം വായിക്കുന്നു. തുടർന്ന് കൊലോസ്യ ലേഖനത്തിലും ഇത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കൊലോസ്യ ലേഖനം 3 അധ്യായം 8 മുതലുള്ള വാക്യത്തിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു, നിങ്ങളുടെ വായിൽ നിന്ന് കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് ദൂഷണം ഇതൊന്നും ഉണ്ടാകരുത്. ഇതൊക്കെ വിട്ടുകളയണം. അന്യോന്യം നാം ഭോഷ്ക് പറയരുത്. പ്രിയരെ, ഇന്ന് പകൽക്കാലവും യഹോവ ഭക്തിയുടെ ഹല്ലേലൂയ 2ാമത്തെ ലക്ഷണം ഹല്ലേലൂയ വായെ സൂക്ഷിക്കുക എന്നതത്രേ. 1, ദൈവത്തിൻ്റെ വചനം വായിക്കുക, വചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക. 2, വായിൽ വരുന്ന വാക്കുകളെ സൂക്ഷിക്കുക. 3, നാം ഗുണം ചെയ്ത് ജീവിക്കണം. 34 സങ്കീർത്തനം
14 വാക്യം നാം വായിക്കുന്നു, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. പ്രിയരെ, ഗുണം ചെയ്യുക, നന്മ ചെയ്യുക എന്നത് ഒരു ദൈവ പൈതലിനെക്കുറിച്ച് കർത്താവിൻ്റെ പദ്ധതി എത്രേ. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. നിങ്ങൾ നന്മ ചെയ്യാൻ വിളിക്കപ്പെട്ട വ്യക്തികളാണ്. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നമ്മിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. ഹല്ലേലൂയ. നന്മ ചെയ്യാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ, പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവീൻ, അനാഥന് ന്യായം നടത്തി കൊടുക്കുവീൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ. പ്രിയരെ, ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, നാം ഗുണം ചെയ്യുന്നവരായിരിക്കണം. നാം ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ദൈവികമായ ഉത്തരവാദിത്തങ്ങളെ നാം ചെയ്യണം. ഹല്ലേലൂയ. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ, ഹല്ലേലൂയ, വേറെ പുസ്തകത്തിൽ ഇങ്ങനെ പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ ഞാൻ പാപം ചെയ്യുന്നു. പ്രിയരെ, നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ വിശന്നിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഹല്ലേലൂയ, ഞാൻ രോഗിയായിരുന്നു, ഹല്ലേലൂയ, നിങ്ങൾ എന്നെ പരിപാലിച്ചു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. നിങ്ങളുടെ മുമ്പിൽ നന്മയ്ക്കുള്ള അവസരങ്ങൾ ഉള്ളപ്പോൾ അത് ചെയ്യണം. അതൊരു ഭക്തൻ്റെ ജീവിതത്തിൻ്റെ മുഖമുദ്ര അത്രേ. ഇന്ന് പകൽക്കാലവും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. 1, വചനം വായിക്കാം, വചനം പഠിക്കാം. 2, നമ്മുടെ നാവിനെ സൂക്ഷിക്കാം. 3, നമുക്ക് ഗുണങ്ങളെ ചെയ്യാം. മനുഷ്യരുടെ മുമ്പാകെ കർത്താവിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താം. 4, നാം സമാധാനം അന്വേഷിച്ച് പിന്തുടരുന്നവരായിരിക്കാം. ഇന്ന് പകൽക്കാലം ഒരു ഭക്തന് വേണ്ടുന്നത്, ഭക്തന് ചേർച്ചയായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാം. നമുക്കും കർത്താവിനോടുള്ള ഭക്തിയിൽ ജീവിക്കാം. അങ്ങനെയുള്ളവർക്ക് നല്ല ബുദ്ധിയുണ്ട് എന്ന് വേദപുസ്തകം പറയുന്നു. പ്രിയരെ, ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.